ഹായ് ഓൾ, ദിസ് മീൻസ് ഗോക്. കാർത്തിയുടെ കൈതി കണ്ടു. കൈതിയുടെ ഡയറക്ഷൻ ലോകേഷ് കനകരാജാണ്. നമ്മൾ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് സൂര്യയുടെ അനിയൻ കാർത്തി എന്നാണ്. ഇനി അങ്ങനെ ഇപ്പോൾ ആരും പറയുന്നില്ല, അങ്ങനെ പറയാറില്ല. എന്നാലും പറയണം, ഒരിക്കലും പറയരുത്. കാരണം കാർത്തി എന്ന് പറഞ്ഞ നടൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എത്രയും മുന്നേറി കഴിഞ്ഞു. അത് ഇനിയിപ്പം സിനിമ ചൂസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കഴിഞ്ഞാലും പെർഫോം ചെയ്യുന്ന കാര്യത്തിലേക്ക് കഴിഞ്ഞാലും പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ കാർത്തി സൂപ്പർ. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിന്റെ ടെൻഷൻ, അതിന്റെ ഒരു വിഗർ കംപ്ലീറ്റ്ലി നമ്മൾ സിനിമയ്ക്കകത്തേക്ക് കൂടി സഞ്ചരിക്കണം. അത് സിനിമയുടെ കഥാപാത്രങ്ങൾക്കൊപ്പവും അതിന്റെ സീൻസിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് ത്രില്ലർ പ്രേക്ഷകൻ ഒരു ത്രില്ലായി മാറുന്നത്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറത്തേക്കാണ് പറയേണ്ടി വരും. നമ്മൾ ഒഴുക്കം മറ്റുള്ള ത്രില്ലറല്ല, ഇതൊരു ഭയങ്കര ഡാർക്കാണ് പടം. ഡാർക്ക് ഇൻ ദ സെൻസ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത് മുഴുവൻ രാത്രിയിലാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മൂഡ് മൊത്തം ഡാർക്കാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം. നമ്മൾ ഇരുട്ടത്തിരുന്നിട്ട് വീണ്ടും ഡാർക്കായിട്ട് ഒരു സാധനം കാണുമ്പോഴുണ്ടാവുന്ന ഫീൽ ഉണ്ടല്ലോ, എസ്പെഷ്യലി വിത്ത് ദ BGM. സാംസിയസ് ഇയാള് ഭയങ്കര പൊട്ടിക്കുക സംഭവം. എന്താ അയാൾ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഓൾറെഡി കണ്ടതാണ് സാംസിയസ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത സിനിമകൾ. പക്ഷെ ഈ സിനിമയിൽ മികച്ചു നിന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതോടൊപ്പം സിനിമാറ്റോഗ്രാഫി. പിന്നെ ഇതിൽ പറയാൻ പ്രത്യേകിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും സൂപ്പർബാണ്. പക്ഷേ ഇറ്റ് ഈസ് അഗൈൻ എ ഡയറക്ടേഴ്സ് ഫിലിം. ഇത് സംവിധായകന്റെ സിനിമയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എനിക്കറിയില്ല, സ്ക്രിപ്റ്റ് ഉണ്ടോ പോലും അറിയില്ല. കാരണം ഇത് ഡയറക്ടർ അങ്ങ് കയറി മേഞ്ഞേക്കും സിനിമയ്ക്കകത്ത്. പല സന്ദർഭങ്ങളിൽ നമ്മളെ എടുത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് LJPയുടെ ജെല്ലിക്കെട്ടിന് സമാനമായ പല രംഗങ്ങളും. അതിൽ പോത്താണെങ്കിൽ ഇതിന് ആളുകൾ ഓടുന്നതും നൈറ്റ് ഷോട്ടുകളും ലൈറ്റിങ്ങും ആളുകൾ മൃഗീയമായിട്ട് പെരുമാറുന്നതും അങ്ങനെ ഭയങ്കര വൈൽഡാണ് സിനിമ. ഭയങ്കര വൈൽഡാണ്. ഇത് പല സീൻസുകളും റിപ്പീറ്റഡ് ആയുള്ള സീൻസ് വരുമ്പോൾ പോലും അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇമ്പാക്ട് ഡയറക്ടർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഇമോഷണലി കണക്ട് ആവുന്ന പല സീൻസിനകത്തുണ്ട്. ഒരു അച്ഛനും മോളും തമ്മിലുള്ള അതൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കും, പല കണ്ടു തന്നെ നമ്മൾ അനുഭവിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിനിമ വളരെ ഒരു വൺ ലൈനിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം ഇങ്ങനെ എടുത്ത് നമ്മുടെ മുമ്പിൽ ഇട്ടുതരാം. കാർത്തി ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ല. ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അജിത്തിന് സൂര്യനുണ്ടായ ഒരു ഐറ്റോ കാർത്തി എനിക്ക് തോന്നുന്നു. അത്രയും സ്ക്രീൻ പ്രസൻസ്, ആ ഫേസിന്റെ ഒക്കെ ഒരു റഫ്നെസ്, വളരെ റോ ആയിട്ടുള്ള അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടുക സ്ക്രീനിനകത്ത് നിന്ന്. അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇപ്പൊ കാർത്തി ഇനി ഒരുപാട് ഇത്തരം സിനിമകൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു അപാരമായ ടാലന്റ് ഉണ്ട്. മാത്രമല്ല പുള്ളിക്ക് ഈ സ്റ്റാർഡത്തിന്റെ ബാധ്യത ഇല്ലല്ലോ. അതാണല്ലോ സൂര്യക്കെല്ലാം പറ്റുന്നത്. സൂര്യൻ ഇനി ഇതുപോലെ സിനിമ ചെയ്യുമെന്ന് പോലും അറിയില്ല. മലയാളത്തിലായി കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടനായി കഴിഞ്ഞാലും എനിക്കല്ല, ലാലേട്ടൻ ചവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലെ നല്ല പടങ്ങൾ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇങ്ങനെ സിനിമ എടുക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ അത് സൂപ്പർബായിരിക്കും. പുള്ളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലുള്ള ഫിസിക്ക് വെച്ചിട്ടും അത് റണ്ടർ ചെയ്യാനൊക്കെ ഉള്ള ഒരു റേഞ്ച് പുള്ളിക്ക് ഇപ്പം നിലവിലുള്ളൂ. ബാക്കി ഒന്നും പറയാത്ത നല്ലത്. അപ്പം എന്തായി കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടി വരട്ടെ. നമുക്ക് ലൂസിഫറും ഇതൊന്നും മാത്രം പോരല്ലോ, ഇത്തരം സിനിമകൾ വേണം. പക്ഷെ എന്തുകൊണ്ടോ വരുന്നില്ല, റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആക്ടേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടോ എന്തായി കഴിഞ്ഞാലും ഈ കൈതി എന്ന് പറയുന്ന സിനിമ അത് തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നവരുടെ ഭാഗ്യമാണ്. അല്ലാത്തവർക്ക് അത് മിസ് ചെയ്യും എന്നാണ് കൈതിയെ കുറിച്ച് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇത് ജസ്റ്റ് പോവാ, കാണോ, ആ ഒരു മൂഡിൽ വേണം കാണാൻ. ഇതിന്റെ ക്യാപ്ഷനിൽ തന്നെ ഇവർ ഇതിന്റെ ടൈറ്റിൽ ഇതിന്റെ പോസ്റ്ററിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ട് ഇതിൽ പാട്ടില്ല, ഡാൻസ് ഇല്ല, പ്രേമല്ല, ഓൺലി ആക്ഷൻ, കംപ്ലീറ്റ്ലി പാക്ഡ് ത്രിൽ. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ ഒന്ന് വല്ലാതെ ത്രില്ലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദളപതി 64 ഇതിന്റെ ഡയറക്ടർ ലോകേഷ് കനകരാജാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ഫിലിം എടുക്കുന്ന ഒരു ഡയറക്ടർ ദളപതി, മക്കൾ സെൽവൻ, വിജയ് സേതുപതി, നമ്മുടെ പെപ്പെ ഇവരൊക്കെ വെച്ചിട്ട് ഒരു പൊള്ളിക്കാച്ചി ഐറ്റമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള വിജയ് ഫോർമാറ്റ് പടങ്ങൾക്ക് മാറി വേറെ ശരിക്കുള്ള വരുത്തനം വരും എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ശരി, ഇതിൽ വേറെ ഒരു കാഴ്ചയുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ജോർജ് മൈരൻ എന്ന് പറയുന്ന കക്ഷിയുണ്ട് ഇതിനകത്ത്. അദ്ദേഹമാണ് ഒരു പോലീസുകാരനായിട്ട്, സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം സൂപ്പർ വരുന്നു ഇതിനകത്ത്. അപ്പം അങ്ങനെ കാസ്റ്റിംഗിൽ വളരെ ചെറിയ ആളുകൾ, നമുക്കറിയാത്ത ഏതൊക്കെ ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സൂപ്പർ വരുന്നു. കൈതി